അമ്മ എന്ത് വർത്താനേ പറയുന്നേ? അലമാരി ഇന്ന് 2 സാരി ആ എലി കടിച്ചു കീറിയേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഒരു പഴത്തിനകത്ത് ഗുളിയെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എലിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും. അമ്മായിപ്പനോ? അയ്യോ, ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയിരിക്കോ അടുത്ത വഴക്കുണ്ടാക്കാൻ. ആര്? ആങ്ങളെയോ? അവന് വെക്കേഷൻ അല്ലേ, അവൻ അവിടെ നിന്നപ്പോരെ. അവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ എത്തിയോ? അയ്യോ, വരാനുള്ള നീ വഴി തങ്ങത്തില്ലല്ലോ. ആരാടി വഴിയിലെങ്ങാണ്ട് നിൽക്കുന്നെന്ന് പറഞ്ഞേ? കാലൻ ആണോ? എന്നാ ചിലപ്പോ വഴി തെറ്റി നിൽക്കുമായിരിക്കും. നീ ചെന്നിട്ട് നിന്റെ വീട്ടിലോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്ക്. പ്രായമായി പോയി. സമ്മതിച്ചല്ല, പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ നിന്നെ ഞാൻ ചേച്ചിന്ന് വിളിക്കേണ്ടതാ. എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കരുത്, പറഞ്ഞോട്ടല്ലോ. എന്റെ ദൈവമേ, എന്റെ കൊച്ചൻ കഷ്ടപ്പെട്ട കാശിന് കേക്ക് മേടിച്ചു വായി കൊണ്ട് വെച്ചേക്കണേ. അങ്ങനെ വലിഞ്ഞു കയറി വന്നോളന്നല്ല. ഞാൻ 10 പവനും 2 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഉണ്ടാക്കിയ ഒരു വരവായിരുന്നല്ലോ. അല്ല, ആ കാശ് ഉണ്ടാക്കിക്കൊണ്ടുള്ള വരവേ. എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ BMW കാറിനകത്താ വന്നത്. അതെന്റെ മോനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇത് നിസാര ഒരു സൈക്കിളെ കൊണ്ടുവരാവുന്ന കേസേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. ഈ പെരക്കകത്തിരുന്ന മമ്മട്ടി എന്തേ? മമ്മട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയി. ആ മമ്മട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞു? പിന്നെ കിളയ്ക്കുന്ന മമ്മൂട്ടി എന്തേന്ന്? അതല്ലേ ഞാൻ പറഞ്ഞത്. രാവിലെ ശശിയുടെ മോൻ ഇവിടെ വന്ന് അവൻ വന്നിട്ട് കുറച്ച് സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഒരു മമ്മട്ടി വേണം അഭിനയിക്കാനാന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു വിട്ടു. എന്റെ ദൈവമേ, എന്റെ ഭർത്താവ് ഗൾഫിൽ കിടന്ന് ചെലവുണ്ടാക്കി കാശിന് ഓരോ സാധനം മേടിച്ചു വിടും. അതിങ്ങനെ നാട്ടുകാർക്ക് കൊടുക്കാനാണല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, നീ കറിയാതെ പഴയ തോർത്ത് സങ്കടപ്പെടരുത്. പിന്നെ എന്നാ ചെയ്യണം? പുതിയൊരു തോർത്ത് മേടിക്കണം. അപ്പൊ കാര്യം തീർന്നില്ല. എന്തോ അച്ഛന്റെ പറഞ്ഞേക്കാം. എന്തുവാ ആരടി ഓട്ടോ വിളിച്ചത്? അത് ഞാനിവിടെ പണിയില്ല. ആരെ ഓട്ടോ വിളിക്കാനാ? എന്നാ ഒരു ഓട്ടോ ഇങ്ങോട്ട് കേറി വരുന്നുണ്ട് കേട്ടോ. ഏത് ഓട്ടോ വരുന്ന? ഞാനെങ്ങനെ ഓട്ടോ വിളിക്കുന്നേ? നോക്ക്. അച്ഛാ, അത് ഓട്ടോയാണ്. എന്റെ അനിയനല്ലേ? ആണോ? നീ ഇങ്ങോട്ട് വന്ന്. എന്തുവാ? ഒന്നാമത്തെ ഈ മനകെട്ട ചെറുക്കനെ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? നീ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നിൽക്കാൻ വന്നപ്പോഴേ യവൻ എന്നോട് വന്നിട്ട് ചോദിക്കാം, അപ്പൂപ്പ നിങ്ങളുടെ വാഴയെന്ന് ഞാൻ ഒരു ഇല വെട്ടിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞാടാ, കൊലയുള്ള വാഴയെന്ന് ഇല വെട്ടാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവ എന്നോട് ചോദിക്കുക, അപ്പൊ നിങ്ങൾ ഇലയുള്ള വാഴയെന്ന് കൊല വെട്ടുന്നു, അതിന് കുഴപ്പമൊന്നുമില്ലേ? അയ്യോടെ മോനെ, നീ ആകപ്പാടങ്ങ് ക്ഷീണിച്ചല്ലോ. നിനക്ക് വീട്ടിൽ നിന്ന് ഒന്നും തരുന്നില്ലയോ? ഒന്നും തരുന്നില്ല ചേച്ചി, ഞാൻ തന്നെ എടുത്ത് തിന്നുവാ. അങ്ങനെയുണ്ട്. അപ്പൊ നീ കൈ വീശിയാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഇടയ്ക്ക് ഞാൻ പോക്കറ്റ് കൈയിട്ടായിരുന്നു. അതൊക്കെ പോട്ടെ. അമ്മ കൊടുത്തോട്ട് 2 ചക്ക എന്തേ? ചക്കയോ? അത് ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് വേവിച്ചാനും ഒന്ന് പാപ്പിച്ചാനും കൊടുത്തിട്ടുണ്ട്. എടാ, വേവിക്കും പാപ്പിക്കും കൊടുക്കാനാന്നോ പറഞ്ഞത്? പിന്നെ ഒന്ന് വേവിക്കാനും ഒന്ന് പഴിപ്പിക്കാനും അല്ലയോ? തെളിച്ചു പറയണ്ടേ? അതൊക്കെ പോട്ടെ. അവിടെ എന്നാ ഉണ്ടോ വിശേഷം ഇപ്പം? വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെക്കേലെ സതിച്ചേച്ചി ഇല്ലയോ, ചേച്ചി പ്രസവിച്ച്. അയ്യോ, അതിന് ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതാ ഇപ്പൊ അവിടുത്തെ വിശേഷം. വലിയ വായിലാന്നോടാ ചെറിയ വർത്താനം പറയുന്നത്? ഇതാണോ കൊച്ചുവാ? ഇതൊരുമാതിരി കോട്ടവാ പോലെ. അച്ഛാ, ചേച്ചി പിന്നെ ചേച്ചിയുടെ പഴയ ലൈൻ അവിടെ വന്നിട്ടുണ്ട്. പെയ്യപ്പറ എന്നതാ അവൻ പറഞ്ഞേ? അച്ഛാ, അതെ എന്റെ വീടിന്റെ അടുത്ത് പഴയ ഒരു ലൈൻ കമ്പി പൊട്ടിയ കാര്യം പറയാ. ആണോ? ഈ പൊട്ടിയതായാലും പഴയത് തമ്മിൽ കൂട്ടുമുട്ടിയാലേ ട്രാൻസ്ഫോമർ അടിച്ചു പോകും. കേട്ടോ, എവിടെ പോവും? ചോറെണ്ണാൻ വിളിച്ചു ചേച്ചി. വിളിച്ച് അങ്ങ് കയറി പോവാ. എന്താ ഒന്ന് ശ്രദ്ധിക്കുന്നു നല്ലതാ, ചിലപ്പം വിഷം കലക്കി തന്നാലോ. കേട്ടോ, തീറ്റി എന്ന് പറയുമ്പോ അങ്ങ് ചാടി അങ്ങ് പോയേക്കുവാ. മിനിയേ, മിനി വരുന്നച്ചാ, ഞാൻ ഫുഡ് എടുക്കണ്ടേ? കൊണ്ടുവാ. താണ്ടേ കഴിക്കുന്നൊക്കെ കൊള്ളാം. താഴെ ഇച്ചിരി വീണ് കഴിഞ്ഞാൽ അച്ഛൻ തന്നെ തൂത്തോണം, പറഞ്ഞോട്ടല്ലോ. അതൊക്കെ കഴിക്കടാ, ആരും എടുത്തോണ്ട് പോകത്തൊന്നുമില്ല. അല്ല, പുട്ടും കടലേ? കടലയാ. ഈ രാത്രിയിൽ ഇതൊക്കെ കഴിക്കുന്ന ശീലമില്ലല്ലേ? അതെന്താ അപ്പൂപ്പ? ഇത് ഉപ്പുമാവാ. ഇതോ? അത് കക്ക ഫ്രൈ. എനിക്ക് കിട്ടില്ല, എനിക്ക് കൊടുത്താ. അത് കഴിക്കാൻ കൊള്ളത്തില്ല. എന്താ? എടാ, ഈ കടലയും കക്കയും ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വ്യക്തിത്വം ഇല്ലാത്ത 2 സാധനങ്ങളാണ്. അതെന്താ? ഈ കടലിൽ കിടക്കുന്ന ഈ സാധനത്തിന്റെ പേരെന്താണ്? കക്ക. കരയിൽ കിടക്കുന്ന ഈ സാധനത്തിന്റെ പേരെന്താണ്? കടല. ശരിക്കും കടല കടലിൽ കിടക്കണം, അല്ലെങ്കിൽ കക്ക കരയിൽ കിടക്കണം. അതാ പറഞ്ഞ വ്യക്തിത്വം ഇല്ലാത്ത സാധനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാധനം കഴിക്കാൻ കൊള്ളാവോ? കൊള്ളത്തില്ല. അതുകൊണ്ടാ പറഞ്ഞ മാമൻ കഴിച്ചോളാം. എനിക്ക് തിന്നാനില്ല, കടലില്ല. എന്നാ പറയാവൂ? എന്നാ എനിക്ക് വേണ്ട, ഇത് തിന്നാൻ വേണ്ട. അയ്യോ, വേണങ്ങാതാ. എനിക്ക് വേണ്ടത്. അയ്യോ, ഞാൻ തിന്നുന്നത് എനിക്ക് വേണ്ട. മോനെ, നീ എത്രയിലാടാ പഠിക്കുന്നത്? 10ല്. നിന്നെ കണ്ട 10-35 വയസ്സ് പറയല്ലോടാ. അയ്യോ, ഞാൻ 10ലാ. നിനപ്പ ഈ പഠിപ്പൊക്കെ നിർത്തി വല്ല കൂലി പഠിക്കും പോയി മാസാമാസം എനിക്ക് ഒരു 500 രൂപ ഇങ്ങോട്ട് കൊണ്ട് തന്നാലല്ലാടാ. ഞാനോ? ഇല്ല, ഞാൻ പോകണോടാ.
അപ്പൂപ്പന് ഭയങ്കര ശുണ്ടിയാണല്ലോ. അത് പണ്ടായിരുന്നു ഭയങ്കരം, ഇപ്പൊ വന്ന് വന്ന് അങ്ങ് ചൊങ്ങി. ആ ശരിക്കും എനിക്ക് അപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടമാ. ആണോ? അപ്പൂപ്പ ആ എനിക്ക് കിടക്കണം. ആ കിടക്കാൻ പറ്റത്തില്ല. നീ എന്തിനാ ഇവിടെ വന്നേ? അവധിക്ക് നിക്കാൻ വന്നാണെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ കിടക്കാൻ പറഞ്ഞതെന്ന് പറയണമായിരുന്നു. എന്നാ ഞാൻ കിടക്കാം. കിടക്കല്. നീ കിടന്നാ എന്റെ കിടക്കാടം എനിക്ക് നഷ്ടമാവും. ഞാൻ ഇവിടെ കിടന്നോളാം. വേണ്ട വേണ്ട വേണ്ട, ഒന്നാമത് ഇവിടെ ഒരാൾക്ക് കിടക്കാൻ പറ്റത്തില്ല, അവിടെ നീ കിടക്കണ്ട. ഞാൻ ഇവിടെ കിടക്കാന്ന്. ഒന്നാ ഇവിടെ കിടക്കണ്ട, അവിടെ കിടന്നാ മതി. എന്നാ ഞാൻ മാസ്ക് ആവും. ഞാൻ പോവാം. പിന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്യപുരുഷന്റെ കൂടെ കിടക്കുന്നത്. അല്ല, അത് നീ മനസ്സിലാക്കിയൊക്കൊള്ളാം. കിടന്നോ അട വല്ലതും വെക്കണോടാ? അതിലുള്ളതാണോ എനിക്കൊടുത്താ? എടാ, നിന്നെ നടയുടെ കാര്യമാണോ പറഞ്ഞേ? നീ ഇങ്ങോട്ട് മറിയാതിരിക്കാൻ ഒരട വെക്കണോ എന്നാ ചോദിച്ചത്. എനിക്കൊന്നും വേണ്ട. വേണ്ടല്ലോ, വേണ്ട. അപ്പൊ കിടന്നു. ഭഗവാനെ കാത്തുരക്ഷിക്കണേ. ദൈവമേ, എൻ്റെ മരുമോടാങ്ങള ദേണ്ടേ വന്നു കിടക്കുന്നേ. വന്നതും വന്നു തിന്നതും പോരാ, ഇടയ്ക്കിടെ കൂർക്കം വലിക്കുന്നേ. മറിയാതെ ഇവൻ കിടന്നുറങ്ങണം, മറിഞ്ഞാലോ ഞാൻ മരിക്കൂലേ. ദൈവമേ, എൻ്റെ മരുമോടാങ്ങള ദേണ്ടേ വന്നു കിടക്കുന്നേ. ശുഭം. ഭഗവാനെ, നേരെ വെളുക്കുന്നവരെങ്കിലും കാത്ത് രക്ഷിക്കണേ. അയ്യോ. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു രാജാ റാംമോഹൻ റോയ്. അതിപ്പോ ഞാൻ വേണം. അയ്യോ പാവം, ഉറക്കമായിരുന്നു. ഇത് എന്നാ ചെയ്യാനാന്ന് പറ. ഹിരോഷിമയിലെ നാഗസാക്കിനും ബോംബിട്ടതാര്? നിന്റെ ഉപ്പൂപ്പൻ. കള്ള പാരാത്രിക്കാണോ മോട്ടിക്കാൻ വരുന്നത്? പകലൊക്കെ നിനക്ക് എന്നാടാ പണി? പകല് കറങ്ങി കിടന്നിട്ട് പാരാത്രിക്ക് വന്ന് മോട്ടിക്കാൻ വരുന്നത്? അതൊക്കെ കൊത്തനിപ്പോ പറഞ്ഞില്ല, ഞാൻ അറിയത്തില്ലല്ലോ. പോയി അവൻ പോയി. കള്ളൻ മോൻ പറഞ്ഞില്ലേ, പിടിക്കാൻ പറഞ്ഞില്ലേ? അയ്യോ, അത് ഞാൻ സ്വപ്നം കണ്ടത് അപ്പൂപ്പ. എന്തോ സ്വപ്നം? ഞാൻ അപ്പൂപ്പനെയാ സ്വപ്നം കണ്ടത്. എന്തോ മോനെ കണ്ടേ? അപ്പൂപ്പനെ കുളിച്ച് കുട്ടപ്പനായിട്ട് മൊത്ത പൗഡറൊക്കെ ഇട്ട് മൂക്കി പഞ്ഞിയും വെച്ചോണ്ട് കിടക്കുന്നു. മഹാഭാവി, നിന്റെ നാക്ക് കരിനാക്കാണോടാ? നാക്ക് നീട്ടടാ. എനിക്ക് നാണോ? അതന്നെ, നാക്ക് തുണിയില്ലാ നിൽക്കുകയാണ്. നീ ഒറ്റ ഉറക്കം കളഞ്ഞ അറിയോ? അപ്പൂപ്പനെന്തിനാ സ്വപ്നത്തിനകത്ത് വന്ന് കയറിയത്? നീ എന്താണ് എന്റെ കട്ടിലേ വന്ന് കയറിയ? അപ്പൂപ്പനെ സ്വപ്നത്തിനകത്ത് വന്ന് കയറി എന്റെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നു. എന്തോ ഞാൻ കിടന്ന് ഉറങ്ങുമല്ലോ. അടിക്കും ഞാൻ. എല്ലാ കൊതുകാ മോനെ, കുഞ്ഞിന് കിടക്കാൻ പറ്റുന്നില്ലല്ലേ മോനെ? അവൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അവന്റെ നേർക്ക് വഴക്കന് പിടിക്കണം കേട്ടോ. അല്ലടി, അവന് കിടക്കാൻ പറ്റുന്നില്ല, കൊതുക്. കിടക്കാൻ പറ്റുന്നില്ലെന്ന് പോലും കിടക്കാം. അവളങ്ങനെ പറയും മോനെ വിട്ടി. അയ്യോ, ഇരിക്കടാ അവിടെ. ഇവിടെ പച്ച പഴം എന്തായിരുന്നു? എന്ത് പറ്റി? വാസു അല്ല, ഗ്യാസ്. കൊളുത്തി പിടിച്ചതാ. അത് തിന്നിട്ടല്ലേ ലൈനാ കയറിയതായിരിക്കും. എന്നാലും അത് എന്നതാടി? ഒന്നുമില്ലെന്ന്. ഇല്ലേ? അത് ആരെടുത്ത് കഴിച്ചു? ഇവരെല്ലാം രണ്ടുപേരിൽ ആരെങ്കിലും ആണോ? ആര് വീണാലും താഴെ വീഴും. അപ്പൊ അതിനു മുമ്പ് ഒരു ആംബുലൻസ് വിളിച്ചിട്ടേക്കാം. ഫോൺ മേടിച്ചോണ്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. ഫോൺ മേടിച്ചോണ്ട് പോയുള്ളൂ. പ്രാന്താണോടാ? എനിക്ക് അങ്ങനെ അറിയാം. കുറെ നേരമായി അങ്ങോട്ട് ആംബുലൻസ് വരുന്നു. കണ്ടാ? എന്താ വന്നാടി. നമ്മുടെ ഇവിടെ ആംബുലൻസ് വന്ന് കിടക്കുന്നു. അയ്യോ, ആംബുലൻസ് വന്നോ? അല്ല, ആംബുലൻസിൽ വന്നല്ലോ എന്ന് പറയുവാ. അല്ല, അതിനകത്ത് നമ്മുടെ ഇവിടെ വന്ന് കിടക്കുന്ന അതറിയാം. അച്ഛാ, ആർക്കെങ്കിലും വയ്യാഴിക വന്നാ കൊണ്ടുപോകാല്ലോ എളുപ്പം. വന്നാലല്ലേ ആർക്കാ വയ്യ? ആർക്കാ വയ്യ? അത് തന്നെ. ചെലപ്പോ വന്നാലോ.
ഓ എന്നെയാ ഉദ്ദേശിച്ചെങ്കിൽ ആ. ആംബുലൻസുകാരൻ ചമ്മി പോകത്തേ ഉള്ളൂ. അതെന്താ? ഞാൻ ചെറുപ്പക്കാരനല്ലേ. എന്നാലും ഏ? എന്നാലും വരുമല്ലോ. വരത്തില്ല. എന്താടി വരില്ല. ഒന്നുമില്ല അച്ഛാ, നമുക്ക് ആശുപത്രി വരെ പോയിട്ട് വരാം. നിനക്ക് എന്താടി? ആശുപത്രി വരെ പോയിട്ട് ഞാൻ വരാം. വരുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞേ. ഏ? ഞാൻ വരുത്തില്ല. അനിയ നീ പാടാ, ആശുപത്രി വരെ പോയിട്ട് വരാം. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ തന്നെ വരുന്നേ. എനിക്കൊരു പേടി പോലെ എന്താ എന്താ നീ കാര്യം പറ. അച്ഛാ, അത് ഞാന് ആ പറ. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.